മലാനെ വന്യജീവി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടിയൂർ ചപ്പമലയിൽ ചാമനാട്ട് റോയിയുടെ തോട്ടത്തിലാണ് മലാനെ വന്യജീവി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നിപ്പം രാവിലെ രാത്രിയിൽ ആന കയറുന്നതും കടുവ മുരളുന്നതെല്ലാം ഒച്ച ഞങ്ങൾ കേട്ടിരുന്നു. അപ്പോൾ എൻ്റെ വെള്ളം കുറച്ച് പൈപ്പിട്ട് വരുന്നതാണ്. അപ്പോൾ വെള്ളം രാത്രി തന്നെ നിന്ന് പോയി. അപ്പോൾ വെള്ളം നമുക്ക് കയറി വരുമ്പോൾ നേരം വെളുത്ത് കുറച്ച് സമയം കഴിയാതെ നമുക്ക് കയറി പോകാൻ പറ്റിയല്ലോ. പേടിച്ചിട്ട് എങ്ങനെ കയറിപ്പോകുന്നത്? അപ്പം 10 മണിക്ക് ശേഷമാണ് ഞാൻ കയറി വരുന്നത്. ആ സമയത്താണ് ഇതിങ്ങനെ മലാന ഇങ്ങനെ കടുവ പിടിച്ചിട്ട് പകുതി തിന്ന് ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടത്. അന്നേരം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഇതുവരെ എത്തിയിട്ടില്ല, വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതുപോലെ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കടുവയുടെ ശല്യവും ആനയുടെ ശല്യവും ഉള്ള ഈ സാഹചര്യത്തിൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇത് റീലൊക്കേഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുത്ത സ്ഥലമാണത്. ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മുടെ ഇതെല്ലാം പാസ്സായതുമാണ്. എൻ്റെ ഇവിടെ 2-3 വീട്ടുകാരേ ഉള്ളൂ ഇവിടെ ഇനി ഇപ്പോൾ ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ 1 കിലോമീറ്റർ താഴെ വരെയുള്ള സ്ഥലം ഫോറസ്റ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. താമസവും സ്ഥലവും വീടും ഒക്കെയുള്ള ഞങ്ങളെ മാത്രമേ ഇവിടെ ഏറ്റെടുക്കാതെ കിടക്കുകയാണ്. ഇതുപോലെ കടുവയുടെ ഇതുപോലത്തെ ശല്യം ഇന്നലെ രാത്രി വന്നിട്ട് കടുവ 2 മലാനയാണ് പിടിച്ചേക്കുന്നത്. തള്ളയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു, ഒരു വലുതും ചെറുതുമാണ്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ പിള്ളേരെ കൊണ്ട് താമസിക്കുന്ന ഞാനൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നത്? പുറത്തിറങ്ങാൻ പറ്റുകയില്ല. കടുവയുടെ ഇതുപോലെ ശല്യം. ആനയാണെങ്കിലും വീടിൻ്റെ മുറ്റത്ത് അടുക്കള വാതക്കലാണ് പറഞ്ഞത് ഇന്നലെ. വീടിൻ്റെ പുറകിൽ, അപ്പുറത്തെ വീടിൻ്റെ പുറകിൽ വന്നിട്ട് ഉണ്ടായിരുന്നത്രയും സാധനങ്ങൾ, ചെറിയ തൈകളും കൈത ഇതെല്ലാം തിന്ന് മരങ്ങളും എല്ലാം ഓടിച്ച്, റബ്ബർ ഓടിച്ച്, മാവ് ഓടിച്ച് എല്ലാം നശിപ്പിച്ചിട്ടേക്കുകയാണ്. ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ മറ്റത്തിൽ ഷാജിയുടെ പറമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ മാനാണോ മ്ലാവാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഒരു തള്ളയും കുഞ്ഞിനെയും കടുവ പിടിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സമയം എത്രയായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിച്ചിട്ട് ഇവിടെ ഡെപ്യൂട്ടി റേഞ്ചറുണ്ട്, ഫോറസ്റ്ററുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും ഈ വഴിക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല. ഇവിടെ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. സാധാരണ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇന്ന് രാവിലെ കാട് വയ്ക്കാൻ പോയ ചാമനാട്ട് ഡെന്നിയനെ ആന ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തീർത്തും അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമല്ല. ഇവരെയൊന്നും നമ്മൾ ഈ നാട്ടിൽ കൂടി ഇനി ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇവരെയൊന്നും ഈ ഫോറസ്റ്റുകാരെ ഒരാളെയും ഈ നാടിൻ്റെ 7 അയലക്കത്ത് പോലും എത്താൻ നമ്മൾ സമ്മതിക്കുകയില്ല. കടുവയോ പുലിയോ ആകാമെന്ന് പ്രദേശവാസികൾ പറഞ്ഞെങ്കിലും ചെന്നായ ആകാമെന്ന സാധ്യതയാണ് കാണുന്നതെന്ന് കൊട്ടിയൂർ വെസ്റ്റ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രമേശൻ ട്രൂത്ത് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ ഇത് റോയി എന്നുള്ള ആൾ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം വേറെ ഫീൽഡായിരുന്നു. അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ അവരെ സംശയം പറഞ്ഞാൽ കടുവ പിടിച്ചു എന്നുള്ള സംശയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ണൂർ ആറാട്ടിനെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അവിടെ നോക്കി പരിശോധിക്കുമ്പോൾ അതൊരു കുട്ടിയും കാണുന്നുണ്ട്, വലിയൊരു മലാനും കാണുന്നുണ്ട്. അതിങ്ങനെ വന്നാൽ ഇവിടെ പിടിച്ച് താഴേക്ക് വലിച്ചു കൊണ്ടായ രീതിയിലാണ് കാണുന്നത്. പിന്നെ അതിൻ്റെ സ്കാറ്റ് ബാക്കി കാലൊക്കെ പലയിടത്തും വലിച്ചു മാറ്റിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ സംശയം വരുന്നത് ഇവിടെ വൈൽഡ് ഡോഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധ്യത നല്ല പരാതി വന്നിട്ടുണ്ട് നാട്ടിലേക്ക് ചെന്നായിക്കോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. ചെന്നായി എന്ന് പറയുന്നത് ഇവിടെ വൈൽഡ് ഡോഗാണ്. അത് കടിച്ചതാണെന്നാണ് നമ്മളൊരു പ്രാഥമിക നിഗമനം. ബാക്കി നമ്മൾ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഡോക്ടർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അത് അതിൻ്റെ സൈറ്റ് നോക്കിയിട്ട് അതിൻ്റെ ബൈറ്റ് ഇതൊക്കെ നോക്കിയിട്ട് ഡോക്ടർ നമ്മൾ സ്ഥിരീകരിച്ചു. പ്രദേശവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി വനപാലകർ അവിടെ ക്യാമറ സ്ഥാപിക്കാനും നൈറ്റ് പെട്രോളിംഗ് നടത്താനും തീരുമാനിച്ചു. ഇത് ചപ്പമലയുടെ ബോംബെ മല എന്ന സ്ഥലത്താണ് ഇത്. വന്യമൃഗം വ്യാപകമായിട്ട് രാവും പകലും ഇല്ലാണ്ടുള്ള അവസ്ഥയിലാണ് ഇവിടെ വിഹരിക്കുന്നത്. ഇന്ന് ഇപ്പം ഒരു മലാനെ വന്ന് കടുവ പിടിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് അത് കടുവയല്ല, അത് ചെന്നായ എന്ന് പറഞ്ഞിട്ട് ഒഴിവായി പോകാനുള്ള ഇതിലാണ് അവർ നിൽക്കുന്നത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.